मेरा नाम सैयद मेहदी है। अभी वटवा में मोटा चुनारावास में अभी एक बनाव बना है। कुछ लोग माहौल ख़राब कर रहे हैं। अभी लोग नमाज पढ़ के निकल रहे हैं, तरावी पढ़ के निकल रहे हैं, तो लोग उन पे पत्थर मारा कर रहे हैं, किसी से कुछ गलत गलत शब्द बुलवा रहे हैं, उनको छुरी की धार पे कुछ बुलवा रहे हैं। अभी माहौल ऐसे ही ख़राब हो रहा है। ഗുജറാത്തിൽ റമദാനിലെ രാത്രി സമയത്തെ പ്രത്യേക പ്രാർത്ഥനയായ തറാവി നിസ്കാരം പള്ളിക്കുള്ളിൽ വെച്ച് നിസ്കരിക്കുകയായിരുന്നവർക്ക് നേരെ തീവ്ര ഹിന്ദുത്വവാദികളുടെ ആൾക്കൂട്ട ആക്രമണം. ജയ് ശ്രീറാം മുദ്രാവാക്യവുമായി ആക്രമികൾ പള്ളിക്കുള്ളിലേക്ക് അതിക്രമിച്ചു കയറിയ ശേഷം നിസ്കരിക്കുകയായിരുന്ന കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് നേരെ ആക്രമണം അയച്ചുവിടുകയായിരുന്നു. അഹമ്മദാബാദിലെ വധുവയിൽ തിങ്കളാഴ്ച രാത്രി നടന്ന സംഭവത്തിന്റെ വീഡിയോ പുറത്തുവരികയും ഇരകൾ മാധ്യമങ്ങൾക്ക് മുമ്പാകെ ആക്രമണത്തെക്കുറിച്ച് വിശദീകരിക്കുകയും ചെയ്തതോടെയാണ് സംഭവം പുറം ലോകം അറിയുന്നത്. പള്ളിക്കുള്ളിലും പുറത്തുമായി നിന്നിരുന്ന വിശ്വാസികളിൽ തൊപ്പിവെച്ചവരെ മനഃപൂർവ്വം ലക്ഷ്യം വെച്ചതായും കത്തികാട്ടി നിർബന്ധിപ്പിച്ച് ജയ് ശ്രീറാം വിളിപ്പിച്ചതായും ഇരകൾ പറയുന്നു. वहाँ पे एक छोटा सा पॉइंट बिठाया जाए जिससे वहाँ का माहौल खराब ना हो, वहाँ के लोग जो निकल रहे हैं, जो इन लोग की फैमिली है, जो औरतें हैं, वो सेफ रहें, उनके घर में सेफ रहें, वहाँ पे कोई जात का कोई तकलीफ ना हो, कोई लड़ाई झगड़ा ना हो, माहौल एकदम शांति से बना रहे। ऐसा पहले कभी हुआ है? पहले हर साल यहाँ पे होता है, हर रमजान में ये चीज होती है, लेकिन कोई इसकी आवाज नहीं उठाता। രാത്രി 9:30 നിസ്കാരം പുരോഗമിക്കുന്നതിനിടെ പൊടുന്നനെ മുകളിൽ നിന്ന് തുടരെ കല്ലുകൾ വീഴുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. ഇതേസമയം മുസ്ലിം വിരുദ്ധ മുദ്രാവാക്യങ്ങളും കൊലവിളിയും ഉയർന്നതോടെ എന്താണ് സംഭവിക്കുന്നതെന്ന് വ്യക്തമാകാതിരുന്നത് പള്ളിയിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. പള്ളിക്കുള്ളിലും പുറത്തുമായി നിൽക്കുകയായിരുന്ന 17കാരനുൾപ്പെടെ പരിക്കേറ്റു. കുട്ടികളെ ഉൾപ്പെടെ കത്തികാട്ടി ഭീഷണിപ്പെടുത്തിയതായും ദൃക്സാക്ഷികൾ പറയുന്നു. പള്ളിയിൽ നിസ്കരിക്കുന്നവർക്ക് നേരെ രാത്രി ആക്രമണമുണ്ടായ സംഭവം പ്രചരിച്ചതോടെ ഗുജറാത്തിലും BJP ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിലെ മുസ്ലിങ്ങളിലും ഭീതി സൃഷ്ടിച്ചിട്ടുണ്ട്. ഇനിയുള്ള നിസ്കാരങ്ങൾക്ക്, പ്രത്യേകിച്ച് ചെറിയ പെരുന്നാൾ നിസ്കാരത്തിന് പോലീസ് സംരക്ഷണം വേണമെന്ന് വിശ്വാസികൾ ആവശ്യപ്പെട്ടു. സംഭവത്തിൽ പരാതി കൊടുത്തെങ്കിലും പ്രതികളുടെ പേരുകൾ എഴുതി വെക്കാൻ പോലീസ് തയ്യാറായില്ലെന്ന് ഇരകൾ പറയുന്നു. അതേസമയം BJP ഭരിക്കുന്ന മധ്യപ്രദേശിലും സമാന സംഭവം റിപ്പോർട്ട് ചെയ്തു. നിസ്കരിച്ച് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന 22കാരനായ അദ്നാൻ ഖാനെ ഒരു സംഘം ഹിന്ദുത്വവാദികൾ കത്തികൊണ്ട് കുത്തുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ അദ്നാൻ ഖാൻ ഇപ്പോൾ ചികിത്സയിലാണ്. Waytonikah.com, the exclusive Muslim matrimonial site.